everyone, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോണ വളരെ ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ബിഗിനേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ്. എസ്പെഷ്യലി കോളേജ് ഗോയിങ് ഗേൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പിനെ കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരാളാണെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആവാൻ വഴിയില്ല. വളരെ ബിഗിനർ ആണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. കൂടാണ്ട് ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ കാജൽ സ്മഡ്ജ് ചെയ്യാണ്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. ഇത് ചെയ്യാൻ എന്നോട് സജസ്റ്റ് ചെയ്തത് ഹീബാസ് എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഞാൻ പേര് താഴെ എഴുതാം. അപ്പോൾ ആളോട് എൻ്റെ പ്രത്യേക താങ്ക്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുഖം മോയ്സ്ചറൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഒരു മോയ്സ്ചറൈസർ നമുക്ക് തിരഞ്ഞെടുക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഓയിലി സ്കിൻ ആണെന്ന് വിചാരിച്ച് മോയ്സ്ചറൈസിങ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് അലോവേറ ജെൽ ഉപയോഗിക്കുക എന്നുള്ളത്. അലോവേറ ജെൽ മുഖത്തിന് വളരെ നല്ലതാണ്. മുഖത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഇത് നല്ലൊരു പ്രൈമറും കൂടിയാണ്. നമ്മൾ അപ്ലൈ ചെയ്യണ മേക്കപ്പ് നമ്മുടെ ഫേസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അലോവേറ ജെൽ അലർജി ഇല്ലാത്ത എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ 100% അലോവേറ ജെൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും വളരെ ജെൻറ്റിലായിട്ടാണ് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരുപാട് റബ്ബ് ചെയ്യും, ഒരുപാട് ഹാർഷായിട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മുഖത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും വളരെ ലൈറ്റായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീനാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ ആസിഡ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സൺസ്ക്രീൻ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കോളേജ് ഗോയിങ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക BB ക്രീം, CC ക്രീം, ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കേണ്ട. ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ മതി. അത് കണ്ടതിന് ഒരു ടിൻറ്റ് ഓഫ് കളർ ഉണ്ട്. ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണേക്കാളും മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. പിന്നെ സൺസ്ക്രീൻ എപ്പോഴും ഇങ്ങനെ മുഖത്തിങ്ങനെ നമ്മൾ മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഈ അലോവേറ ജെല്ലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യില്ലേ, നന്നായി റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് ചെയ്യില്ലേ, അതേപോലെ ചെയ്യരുത്. സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. കാരണം സൺസ്ക്രീൻ നമുക്ക് നമ്മുടെ സ്കിന്നിലോട്ട് അകത്തേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മുടെ സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ഈ സൺസ്ക്രീൻ വേണ്ടത്. ഒരു ലെയർ ആയിട്ടാണ് നമ്മുടെ മുഖത്ത് സൺസ്ക്രീൻ വേണ്ടത്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ എപ്പോഴും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞ പോലെ നിങ്ങൾ ഓഫീസിലൊക്കെ പോണ ആളാണ്, അല്ല നിങ്ങൾ കോളേജിലേക്ക് തന്നെ പോവാണ്, പക്ഷെ കുറച്ചുകൂടി കവറേജ് വേണം നിർബന്ധമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ സൺസ്ക്രീനിന് പകരം നമുക്ക് ഈ BB ക്രീം, CC ക്രീം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് സൺസ്ക്രീനിൻ്റെ മീതെ ഫൗണ്ടേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എഗെയിൻ ഈ BB ക്രീം, CC ക്രീം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ പോണ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഡെയിലി ബേസിസിൽ. കാരണം ഇതെന്തായാലും മെൽറ്റ് ഡൗൺ ആവും കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്കത് ടച്ചപ്പ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ഓഫീസിൽ പോണ ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഒരു കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡർ പലതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബില്ലനുണ്ട്, പിന്നെ ലോറിയലിൻ്റെ ഉണ്ട്, ലാക്മേയുടെ ഉണ്ട്, എല്ലാ തരത്തിലുണ്ട്. എഗെയിൻ ഇതിൽ സൺസ്ക്രീൻ അടങ്ങിയിട്ടുള്ളത് മേടിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എന്നെപ്പോലെ ഒരു ഇരുനിറത്തിലുള്ള ഒരാളാണെങ്കിൽ ലോറിയൽ പാരിസ് മാറ്റ് മജിക് കോമ്പാക്ട് പൗഡർ മേടിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഗോൾഡൻ ആംപർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ഉണ്ട്. അതാണ് അതിൽ ആ റേഞ്ചിലുള്ള ഡാർക്കസ്റ്റ് ഷെയ്ഡ്. പിന്നെ അതിനകത്ത് SPF 34 PA++ ഉണ്ട്. അപ്പോൾ സൺസ്ക്രീനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ നമ്പർ മാത്രമല്ല, എത്ര SPF ഉണ്ടെന്ന് മാത്രമല്ല, ഈ PA++ കൂടി ഉള്ളത് മേടിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രൊട്ടക്ഷൻ കിട്ടും. ഈ ഗോൾഡൻ ആംപർ എന്ന് പറയുന്ന ഷെയ്ഡ് എൻ്റെ നിറവും എന്നെക്കാട്ടിനും 2 or 3 ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ സൂട്ടാവും. നിങ്ങൾ ഫെയറർ സ്കിൻ ടോണിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കോമ്പാക്ട് പൗഡറിൽ. പക്ഷേ ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ ഇതാണ് പ്രശ്നം, നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ളത് കിട്ടില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ മോളാണ് വാതിൽ തട്ടുന്നത്. അപ്പം തന്നെ വേണ സ്പഞ്ചിനൊപ്പം ഉപയോഗിക്കാം. ഇനി അതല്ല വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതെൻ്റെ ഏകദേശം തീർന്നു തുടങ്ങി. ആദ്യം തന്നെ നമ്മൾ മേജർലി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ താഴെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന കാജലും അതേപോലെ ഐലൈനറും ഒക്കെ നമ്മൾ കുറേ കൂടി നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ണിൻ്റെ മീതെയും അപ്ലൈ ചെയ്യാം. പിന്നെ മുഖത്ത് കംപ്ലീറ്റ്ലി
ഈ കോമ്പാക്ട് പൗഡർ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങളുടെ ബാഗിലിടുക. എന്നിട്ട് തിരിച്ചു വരുന്ന നേരത്ത് എഗെയിൻ ഈ കോമ്പാക്ട് പൗഡർ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരികയാണെങ്കിൽ വെയിലത്ത് ബസ്സിലും നടന്നു വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സണ്ണിനുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. കൂടാണ്ട് ഒരു ചെറിയ കവറേജ് ഉണ്ടാവും മുഖത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലഷ് അപ്ലൈ ചെയ്യാം. മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ബ്ലഷസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഇരുനിറത്തിലെ ആൾക്കാരാണെങ്കിൽ കോറൽ ഷെയ്ഡിലെ ബ്ലഷ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിൽ കുറച്ച് മാത്രം എടുത്തിട്ട് എക്സസ് നമ്മൾ ടാപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ ആപ്പിൾസ് ഓഫ് ചീക്കിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നന്നായി ചിരിക്കുക. പക്ഷെ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെയും ചീക്സിൻ്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ് 2 ഫിംഗറിൻ്റെ ഗ്യാപ്പെങ്കിലും വേണം. എന്നിട്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് മേപ്പട്ടേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. സോ നമ്മളിപ്പോൾ ലൈറ്റായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഐബ്രോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐബ്രോസ് ഒരിക്കലും എഴുതാണ്ട് വിടരുത്. നിങ്ങൾക്ക് ഫുള്ളറായിട്ട് നല്ല തിക്കായിട്ടുള്ള ഐബ്രോസ് ഓൾറെഡി ഉണ്ട് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ മിക്കവരുടെ ഐബ്രോസിലും അവിടെ ഇവിടെയും കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവും. എൻ്റെ ഐബ്രോസിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് ഫില്ല് ചെയ്യണം. നമ്മുടെ മുഖത്തിനെ ഫ്രെയിം ചെയ്യുന്നത് തന്നെ നമ്മുടെ പുരികങ്ങളാണ്. അപ്പോൾ നമ്മൾ പുരികം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. പക്ഷെ പലരും ഇത് ഒഴിവാക്കാറുണ്ട്. ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിടും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. ഡാർക്ക് കളറിൽ ഏതെങ്കിലും ഒരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐബ്രോസിൻ്റെ എൻ്റെ ഫില്ല് ചെയ്യേണ്ട ഏരിയാസിലാണ്. എന്നിട്ട് ഞാനിത് പതുക്കെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. പിന്നെ എനിക്ക് ഐബ്രോ ബ്രഷിൽ ബാക്കിയുള്ളത് മാത്രം വെച്ചിട്ട് ഈ ഐബ്രോസ് തുടങ്ങണില്ലേ അവിടെയായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. ഞാൻ മുകളിലേക്കുള്ള ഒരു ഡിറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഐബ്രോസ് എങ്ങനെയാണോ ഗ്രോ ചെയ്യുന്നത് ആ ഡിറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്. മൈൽഡായിട്ട് വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പാലറ്റൊന്നും ഇല്ലാത്ത ഒരാളാണ്, അത്രയ്ക്കൊന്നും മേക്കപ്പ് പ്രോഡക്ട്സ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐബ്രോ പെൻസിൽ മേടിക്കുക. എപ്പോഴും മേടിക്കേണ്ടത് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ ഐബ്രോ പെൻസിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് വെച്ച് എഴുതാം നമുക്ക്, പക്ഷെ വളരെ ലൈറ്റായിട്ട് എഴുതാൻ പാടുള്ളൂ. എപ്പോഴും ഒരു സേഫർ സൈഡിൽ ബ്രൗൺ ആണ് വെക്കുന്നത് നല്ലത്. ആദ്യം ഈ ഗ്യാപ്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഫ്രണ്ടിലെ സെക്ഷനിൽ പതുക്കെ മേപ്പട്ടേക്ക് ഐബ്രോസിൻ്റെ ഡിറക്ഷൻ എങ്ങനെയാണോ അങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിന് പിന്നിൽ തന്നെ ഒരു ബ്രഷ് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ബ്രഷ് ഇല്ലയെന്ന് വിചാരിക്കാം. തീർന്ന മസ്കാര വോണ്ട് ഉണ്ടാവില്ലേ, അത് കഴുകി വൃത്തിയാക്കി അത് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കോംബ് ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് എഴുതിയില്ലേ അതൊക്കെ നല്ല നാച്ചുറലായിട്ട് ഇങ്ങനെ സ്പ്രെഡായി നല്ല നാച്ചുറൽ ലുക്ക് തരും. അത് കൂടാതെ നമ്മുടെ ഐബ്രോസ് നമ്മൾ ആ സ്ഥലത്ത് തന്നെ നിൽക്കും. നമുക്ക് എന്തായാലും കാജൽ എഴുതും. അപ്പോൾ കോളേജിലേക്ക് പോകുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു കാജൽ മേടിക്കുക. സ്മഡ്ജ് പ്രൂഫും വാട്ടർ പ്രൂഫും ആയിട്ടുള്ള കാജൽ മേടിക്കാം. കുറേ കാജൽസിൻ്റെയും ഐലൈനേഴ്സിൻ്റെയും കുറിച്ചിട്ടൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ കാർട്ടിലിടാം, കണ്ടു നോക്കൂ കേട്ടോ. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു കാജലാണ് ഈ ഫേസസിൻ്റെ മാഗ്നറ്റിക് ഐസ് കാജൽ. നല്ലോണം സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാജൽ എഴുതാം. കാജൽ എഴുതുമ്പോൾ ഒരുപാട് ഇന്നർ കോർണേഴ്സിൽ എഴുതാണ്ടിരിക്കുകയാണ് നല്ലത്. ഇന്നർ കോർണേഴ്സിൽ എപ്പോഴും വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. പെട്ടെന്ന് സ്മഡ്ജ് ചെയ്യാനും കാജൽ മാഞ്ഞു പോകാനും അല്ലെങ്കിൽ പടരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ എപ്പോഴും ഒഴിവാക്കുക. ഒരു ലേശം കണ്ണിൻ്റെ തൊട്ട് താഴെയായിട്ടും എഴുതുക കണ്ണെഴുതുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. കാജൽ താഴെ മാത്രം എഴുതിയാൽ പോരാ, എപ്പോഴും നമ്മൾ ടൈറ്റ് ലൈൻ ചെയ്യണം. ടൈറ്റ് ലൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ ഇവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഐലാഷസ് നല്ല തിക്കായിട്ടുള്ള ഐലാഷസ് ആണെന്ന് നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്, പേടിയാണെങ്കിൽ നമ്മുടെ കണ്ണ് ഇങ്ങനെ നമ്മുടെ കാജൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ണടയ്ക്കുക, ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ലൈൻ ആയിക്കോളും. അപ്പോൾ ഞാൻ ലാക്മിയുടെ ഇൻസ്റ്റാ ലൈനർ ഉപയോഗിച്ചിട്ട് ഒരു വിങ് ലൈനർ എഴുതാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വിങ് ലൈനർ എഴുതാം. എഗെയിൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വിങ് ലൈനർ എഴുതേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ കാർട്ടിലിടാം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. ഞാൻ ലൈറ്റായിട്ടൊരു വിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ വിങ് പെട്ടെന്ന് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫുൾ ഡേ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇന്നർ കോർണേഴ്സിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാണ്, കുറച്ച് മാത്രം. അപ്പോൾ കണ്ണിന് നല്ല വലിപ്പവും ഭംഗിയും തോന്നുന്നു. ഇപ്പോൾ ഐലൈനർ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഡേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാജൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്ലാക്ക് ഐ ഷാഡോ ആണ് വേണ്ടത്. ബ്ലാക്ക് ഐ ഷാഡോ എടുക്കാം. എന്നിട്ട് നമ്മുടെ കാജലില്ലേ, കാജലിൻ്റെ തൊട്ട് താഴെ, അതായത്
ഈ വാട്ടർ ലൈനിൽ ഐ ഷാഡോ വെച്ചിട്ട് എഴുതാൻ പാടില്ല. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാജൽ സ്മഡ്ജ് ചെയ്യാണ്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് കൂടാണ്ട് കാജലിന് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ തരികയും ചെയ്യും. ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലാക്ക് ഐ ഷാഡോ ഇല്ലയെന്ന് വിചാരിക്കാം, ചെറിയ ഫിംഗറിൽ അത് വെച്ചിട്ട് എടുക്കുക. അത് വെച്ചെടുത്തിട്ട് എഗെയിൻ കണ്ണിൻ്റെ ഈ നമ്മുടെ കാജൽ എഴുതിയിട്ടില്ലേ അതിൻ്റെ തൊട്ട് താഴെ ഇത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബേസിക്കലി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പൗഡർ വെച്ചിട്ട് നമ്മുടെ കാജലിനെ നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് സ്മഡ്ജ് ചെയ്യാണ്ടേയും അത് കൂടാണ്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഈ ഐലൈനറിന് ഒരു ഡിഫറെൻറ്റ് ലുക്ക് തരാനും അതേപോലെ കാജൽ സ്മഡ്ജ് ചെയ്യാണ്ടിരിക്കാനും നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐലൈനർ ഉപയോഗിച്ചിട്ട് താഴെ, അതായത് ഐലാഷസിൻ്റെ താഴെയായിട്ട് എഴുതി കൊടുക്കുക. ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഐലൈനറിന് ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടുകയും ചെയ്യും. ഇതേപോലെ കാജൽ സ്മഡ്ജ് ചെയ്യാണ്ട് കുറേ നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ 3/4 വരെ അപ്ലൈ ചെയ്താൽ മതി. ഇന്നർ കോർണേഴ്സിൽ ഒരുപാട് പോകണ്ട, അപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മസ്കാര ഇടുക എന്നുള്ളതാണ്. മസ്കാരയ്ക്ക് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നത് ഒരു വാട്ടർ പ്രൂഫ് മസ്കാരയാണ്. അങ്ങനെ ആകുമ്പോൾ ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും സ്മഡ്ജ് ചെയ്യാണ്ട്. നമുക്ക് വേണമെങ്കിൽ ഐലാഷ് കളർ വെച്ചിട്ടൊന്ന് കേൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഐലാഷ് കളർ എന്ന് പറയുന്നത്. നമ്മൾ ഐലാഷ് കേൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലാഷസിന് ഒന്ന് അതിന് മേപ്പട്ടേക്ക് കൊണ്ടുവരും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കണ്ണിന് വലിപ്പം കൂടും. നമുക്ക് ഒരുപാട് ഐലാഷസ് നമ്മളൊരു ലൈക്ക് ഒരു 10 സെക്കൻഡ്സോ ഒരു 15 സെക്കൻഡ്സോ ഇങ്ങനെ തന്നെ പിടിച്ചു നിർത്തുക. അപ്പം തന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുക. ഞാനിവിടെ മെബ്ലിൻസ് വാട്ടർ പ്രൂഫ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വാട്ടർ പ്രൂഫ് മസ്കാര വേണമെങ്കിലും യൂസ് ചെയ്യാം കുറേ കൂടി നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2-3 കൂട്ട് മസ്കാര നമുക്ക് കൊടുക്കാം. ഒരു പഴയ മസ്കാര വോണ്ട് എടുത്തിട്ട് ഒന്നും കൂടി ഇതിൻ്റെ മീതെ കൂടെ പോവുക. വല്ല ക്ലംസി ആയിട്ട്, അതായത് ഏതെങ്കിലും ഐലാഷസ് നമ്മൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. താഴത്തെ ഐലാഷസിലും വളരെ ലൈറ്റായിട്ട് മസ്കാര അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സിലേക്കാണ് ചെയ്യേണ്ടത്. ലിപ്സ് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പോകുന്ന കുട്ടികൾ എഗെയിൻ ഒരു ലിപ് ബാം യൂസ് ചെയ്യുന്നതാണുള്ളത്. എസ്പെഷ്യലി SPF ഉള്ളൊരു ലിപ് ബാം യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ടിൻഡഡ് ലിപ് ബാംസ് യൂസ് ചെയ്യാം. അതായത് ഈ ബേബി ലിപ്സ് കാൻഡി അല്ലെങ്കിൽ എഗെയിൻ ബേബി ലിപ്സ് ബ്ലൂം, ഇത് നല്ല ലിപ് ബാമാണ്. ഇത് നല്ലൊരു ടിൻറ്റ് കളർ തരും. ഇത് കളർ ചേഞ്ചിങ് ആണ്. ഇത് ആക്ച്വലി വൈറ്റ് കളറിലാണ് ഇപ്പോൾ, പക്ഷേ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പിങ്കിഷ് ഷെയ്ഡിലായിട്ട് മാറും. ലൈക്ക് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പിങ്ക് കളർ തരും. നല്ല ഗ്ലോസി ലുക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ ബേബി ലിപ്സ് നമുക്ക് മേടിച്ച് അത് അപ്ലൈ ചെയ്യാം. അതായിരിക്കും ഏറ്റവും നല്ലത്. SPF ഉള്ളതുകൊണ്ട് ചുണ്ടിനൊരു പ്രൊട്ടക്ഷനാണ്. അപ്പം നിങ്ങളുടെ ബാഗിലിട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്ക് എപ്പോഴാണോ വേണ്ടത് വെച്ചാൽ അത് ലൈക്ക് എഗെയിൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോവും. പിന്നെ റീ അപ്ലൈ ചെയ്യാൻ നമുക്കൊരു കണ്ണാടി വേണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ലൈക്ക് ന്യൂഡ് ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക് ഉപയോഗിക്കാം. ലൈക്ക് ലാക്മേയുടെ റോസ് ടച്ച് വളരെ നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്, ഇത് ഉപയോഗിക്കാം. പിന്നെ ലാക്മേയുടെ ലിപ് ക്രയോൺ ഉണ്ട്, അതിൻ്റെ ഷെയ്ഡ് സിനമൺ ബ്രൗൺ എന്നാണ് തോന്നുന്നു, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എഗെയിൻ മെബ്ലിൻ്റെ ഒരു ഷെയ്ഡ് ഉണ്ട്, ഇതിൻ്റെ പേര് കളർ സെൻസേഷണൽ ചീസൽ നട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ ബ്ലൂ ഹെവൻ്റെ സ്പ്ലാഷ് എന്ന് പറയുന്നത്, ഇത് ഞാൻ പ്രത്യേകമായിട്ട് വേറെ ന്യൂഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, അവസാനമായിട്ട് നമ്മുടെ മുഖം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടാവും. ഇങ്ങനെ സ്പ്രിറ്റ്സ് ചെയ്യാവുന്ന ബോട്ടിലിൽ റോസ് വാട്ടർ കിട്ടുമെങ്കിൽ അത് മേടിക്കാം. മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് ദി ബെസ്റ്റ്, പക്ഷേ കോസ്റ്റ്ലി ആണ്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടാനും ഈ പൗഡറൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഒന്ന് സ്പ്രിറ്റ്സ് ചെയ്യാൻ പോകും. ഈ കാജൽ നമുക്ക് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. ഈ ഐബ്രോസും നമുക്ക് കുറേ നേരം ലാസ്റ്റ് ചെയ്യും. പിന്നെ ലിപ് ബാം ഒരു 2-3 മണിക്കൂർ നിൽക്കും. അതിനുശേഷം നമുക്ക് റീ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.